ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടേംസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്: ബ്ലോക്ക് ഡീൽ ആൻഡ് ബൾക്ക് ഡീൽ. ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്, അതുകൊണ്ടാണ് ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്നത്. ആദ്യമായിട്ട് ബ്ലോക്ക് ഡീൽ എന്താണെന്ന് നോക്കാം. ഷെയർ മാർക്കറ്റിൽ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്ന രണ്ട് ടേംസ് ആണ് ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും. ഇതിന് ബ്ലോക്ക് ഡീൽ എന്ന് വെച്ചാൽ 5 ലക്ഷം ഷെയറെങ്കിലും മിനിമം ട്രാൻസാക്ഷൻ ചെയ്തിരിക്കണം. അതായത് ബൈ ഓർ സെല്ല് ചെയ്യുന്നത്. രണ്ട് പാർട്ടികൾ തമ്മിലാണ് ഈ ട്രേഡിംഗ് നടക്കുക. ഇതൊരു സിംഗിൾ ട്രാൻസാക്ഷനാണ്. അതായത് ഒരു പാർട്ടി സെല്ല് ചെയ്യും, മറ്റേ പാർട്ടി ബൈ ചെയ്യും. ഇതിനുള്ള കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ 5 ലക്ഷം ഷെയറെങ്കിലും ഈ ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. അല്ല എങ്കിൽ 5 കോടി, മിനിമം 5 കോടിയുടെ ഡീൽ ഇവിടെ നടന്നിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ്റെ ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതി. ഒന്നെങ്കിൽ 5 ലക്ഷം ഷെയർ ട്രാൻസാക്റ്റ് ചെയ്തിരിക്കണം, അല്ല എങ്കിൽ മിനിമം 5 കോടിക്ക് മുകളിൽ, മിനിമം 5 കോടി എങ്കിലും ഈ ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടിരിക്കണം. ഇത് സാധാരണ നമ്മൾ ട്രേഡ് ചെയ്യുന്ന നോർമൽ വിൻഡോയിൽ അല്ല ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് കാണാനും പറ്റില്ല. ബ്ലോക്ക് ഡീൽ വിൻഡോ എന്നറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ വിൻഡോയിലാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുക. ഇത് ത്രൂ ഔട്ട് ഡേയിൽ നടക്കുന്നില്ല. ട്രേഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞ് 35 മിനിറ്റ് മാത്രമേ ഈ ട്രാൻസാക്ഷൻ നടത്താൻ അനുമതിയുള്ളൂ. ആദ്യത്തെ 35 മിനിറ്റ്. ഈ ട്രാൻസാക്ഷനെ പറ്റിയിട്ട് സെബിയെ അറിയിക്കേണ്ടതുണ്ട്. ബ്രോക്കേഴ്സ് DUS ഡേറ്റ അപ്ലോഡ് സോഫ്റ്റ്വെയർ എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് ബ്ലോക്ക് ഡീലിനെ പറ്റിയുള്ള വിവരങ്ങൾ സെബിക്ക് കൈമാറുന്നത്. സാധാരണയായിട്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ സംസാരിച്ച് ഒരു വില ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ കച്ചവടം നടക്കുന്നത്. വിലയെപ്പറ്റിയും ക്വാണ്ടിറ്റിയെ പറ്റിയും പൊതുവായ ധാരണയിൽ എത്തിയ ശേഷം ഇവർ ഈ വിവരം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കും. ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ഈ വിവരങ്ങൾ സെബിയെ അറിയിക്കും എന്ന് പറഞ്ഞല്ലോ. ബ്രോക്കേഴ്സാണ് ഈ കാര്യങ്ങൾ DUS എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സെബിയെ അറിയിക്കുക. അതുകൂടാതെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഈ വിവരം അറിയാം. അവരെയും നേരത്തെ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് അവേഴ്സ് കഴിഞ്ഞ് ഈ വിവരങ്ങൾ പബ്ലിക്കിനായിട്ട് ഷെയർ ചെയ്യും. നമ്മൾ നോക്കുന്ന പല സൈറ്റുകളിലും ഈ വിവരങ്ങൾ ലഭ്യമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ വിവരങ്ങൾ പബ്ലിക്കിനായിട്ട് പരസ്യപ്പെടുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരതിൽ ഉൾപ്പെടുത്തും. അതായത് ആരൊക്കെ തമ്മിലാണ് ട്രാൻസാക്ഷൻ നടന്നത്, എത്ര ക്വാണ്ടിറ്റിയാണ് ട്രാൻസാക്റ്റ് ചെയ്തത്, എത്ര പ്രൈസിനാണ് ഈ ഡീല് നടന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനെ അറിയിക്കും. വില വിവരങ്ങളെപ്പറ്റി രണ്ട് പാർട്ടികളും ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയതിന് ശേഷമാണല്ലോ ഈ ട്രാൻസാക്ഷൻ നടക്കുക. പക്ഷേ അവർക്ക് തോന്നിയ പോലെ വില കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റില്ല. തലേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിൻ്റെ 1% മുകളിലോ 1% താഴെയോ ഇതിന് ഇടയ്ക്കുള്ള പ്രൈസിലാണ് ഇവർക്ക് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുക. ഇനി ബൾക്ക് ഡീൽ എന്താണെന്ന് നോക്കാം. ഒരു കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഷെയറുകളുടെയും മൂല്യമെടുത്തിട്ട് അതിൻ്റെ 0.5% മുകളിൽ ഷെയർസ് രണ്ട് പാർട്ടികൾ തമ്മിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഡീലിനെയാണ് ബൾക്ക് ഡീൽ എന്ന് അറിയപ്പെടുന്നത്. ബൾക്ക് ഡീലിന് സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ത്രൂ ഔട്ട് ദ ഡേ, അതായത് ട്രേഡിംഗ് അവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും ഈ ബൾക്ക് ഡീൽ നടക്കാം. ബ്ലോക്ക് ഡീൽ അങ്ങനെയല്ല. നമുക്കറിയാം, ആദ്യത്തെ 35 മിനിറ്റിൽ മാത്രമേ ബ്ലോക്ക് ഡീൽ നടക്കുകയുള്ളൂ. എന്നാൽ ബൾക്ക് ഡീല് ത്രൂ ഔട്ട് ദ ഡേ ഫുള്ള് ബൾക്ക് ഡീല് നടക്കാം. മാത്രമല്ല, ഈ ഡീല് നടക്കുന്നത് നോർമൽ ട്രേഡിംഗ് വിൻഡോയിലാണ്. അതായത് പബ്ലിക്കിന് ഈ ഡീല് ഓൺലൈനായിട്ട് കാണാൻ പറ്റും. ഈ ഡീലിനെ കുറിച്ചും സ്റ്റോക്ക് ബ്രോക്കർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതുണ്ട്. ഇതും DUS എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് അറിയിക്കുന്നത്. ബ്ലോക്ക് ഡീലിനെ പോലെ ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ ബൾക്ക് ഡീല് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഉദ്ദേശിക്കുന്ന അത്രയും ഷെയർസ് ഒരു പ്രൈസിൽ അവൈലബിൾ ആകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനിലൂടെ ഡീല് നടത്തപ്പെടുന്നു. മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡ്സിലൂടെയാണ് ബൾക്ക് ഡീല് നടന്നത് എങ്കിലും ഡീല് കംപ്ലീറ്റ് ആയതിനു ശേഷം, ട്രേഡിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം 1 മണിക്കൂറിനുള്ളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതുണ്ട്. ബ്രോക്കേഴ്സാണ് ഇത് ചെയ്യുക. അതേസമയം സിംഗിൾ ട്രാൻസാക്ഷനിലൂടെയാണ് ഈ ഡീല് നടന്നത് എങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സാധാരണഗതിയിൽ ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സാണ്. അതുകൂടാതെ തന്നെ HNIS ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഈ ട്രാൻസാക്ഷൻ
അപൂർവമായിട്ട് നടത്താറുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ്, വെഞ്ചർ ക്യാപിറ്റലിറ്റ്സ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെയാണ് സാധാരണയായിട്ട് ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും നടത്തുന്നത്. ഇതിൽ പ്രൊമോട്ടേഴ്സും ഇൻവോൾവ് ചെയ്യാറുണ്ട്. ബ്ലോക്ക് ഡീൽ അല്ലെങ്കിൽ ബൾക്ക് ഡീൽ നടന്നു എന്ന് കരുതിയിട്ട് ഒരു ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ചെക്ക് ചെയ്ത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ടെക്നിക്കലി കമ്പനി ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് ബൾക്ക് ഡീലും ബ്ലോക്ക് ഡീലും നടന്നേക്കാം. താങ്ക് യു ഫ്രണ്ട്സ്. ഈ കാര്യങ്ങളൊക്കെ മിക്കവർക്കും തന്നെ അറിയാം. മെജോറിറ്റി ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. എന്നാലും അറിയില്ലാത്ത ആൾക്കാരുണ്ട്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ് കണ്ടപ്പോൾ ചെയ്ത വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.